പിന്നെ നീലാണ്ടൻ ഇങ്ങനെ എത്ര നാള് കെട്ടിയിട്ട് തീറ്റ കൊടുക്കും? പിന്നെ എന്ത് ചെയ്യാനാ? ചെയ്യാനൊന്നേ ഉള്ളൂ, അറപ്പുകാർക്ക് പിടിച്ചു കൊടുക്കുക. അതിനേക്കാൾ നല്ലത് എന്നെ അറപ്പുകാർക്ക് പിടിച്ചു കൊടുക്കുന്നതാ. നമ്മളോ ആഹാരത്തിന് പൊട്ടുന്നു, മറ്റൊരു വരുമാനവും ഇല്ല. ഈ നിലയിൽ ഇവനിങ്ങനെ കെട്ടിയിട്ടിരുന്ന എടേ, ഈ കുടുംബത്തിൽ ഈ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ വിത്തുകാളെ ആരും മറക്കാൻ കൊടുത്തിട്ടില്ല. ചാകുന്നത് വരെ അതിന് നോക്കണം, പട്ടിണി കിടന്നാലും നോക്കണം. ആ, നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യേ. എക്സ്ക്യൂസ് മീ മാഡം, ഇവിടെ കന്നുകാലികളെയാണ് ഹേ എന്ന് വിളിക്കുന്നത്. എനിക്ക് പേരുണ്ട്. കൃഷ്ണൻ. കൃഷ്ണനല്ല, വിഷ്ണു. എല്ലാം ഒന്ന് തന്നെയല്ലേ? നോ, വിഷ്ണു is the supreme god. Krishna is his avatar. Seems to be educated. Yeah, I'm a graduate in science, first class. I see. അതെ, ഇന്നലെ എന്താ വീണപടനം നിർത്തി പൊയ്ക്കളഞ്ഞത്? സ്വരമാധുര്യത്തിനിടയിൽ പ്രതീക്ഷിക്കാതെ ഒരു കാളരാഗം കടന്നു വന്നു. അതുകൊണ്ട് ഒരു അപസ്വരത്തിന് വഴിയൊരുക്കണമെന്ന് കരുതി വീണപഠനം നിർത്തി സ്ഥലം വിട്ടു. അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് കാളരാഗമെന്നാണോ പറയുന്നത്? ഏത് മ്യൂസിക് ആയാലും കൈകാര്യം ചെയ്യുന്നവർക്ക് സ്വർഗവും നരകവും സൃഷ്ടിക്കാം. You talk so nicely. The credit goes to my teachers, including your mummy. അമ്മയുടെ കർണാടക സംഗീതം എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കാ പഠിച്ചത്. ഇന്നലെ കാച്ചിയ രീതിയിൽ കാച്ചാനായിരുന്നെങ്കിലേ അത് പഠിക്കണ്ടായിരുന്നേ. സോറി, ഞാൻ നിങ്ങളൊന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വായിച്ചെന്നേ ഉള്ളൂ. സംഗീതത്തിന് ഇങ്ങനെയേ ഒരു മുഖമുണ്ടെന്ന് ഇന്നലെ മനസ്സിലായി. അത്ര താഴ്ത്തി കെട്ടണ്ട. ഐ എം എൻ എക്സ്പെർട്ട് ഗിറ്റാർ പ്ലെയർ. കഴിഞ്ഞ വർഷം യൂത്ത് ഫെസ്റ്റിവലിന് എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. വാദ്യത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ വർഷം വീണയ്ക്ക് അതേ സ്ഥാനം നേടിയവനാ ഞാൻ. റിയലി? യെസ്. അപ്പോ തുല്യ ശക്തികളാണെന്ന് പറയൂ. നോ, ഐ എം എ ഹംബിൾ സിമ്പിൾ പുവർ മാൻ. മോളെ, വിഷ്ണു എന്ത് പറയായിരുന്നു? മമ്മി, ഹി ഈസ് എ വണ്ടർഫുൾ ഗായ്. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു നല്ലവനാണെന്ന്. ആ വിഷ്ണു, വ്യാഴാഴ്ച ഷേലയുടെ ബർത്ത്ഡേയാ. ഐ സീ. മെനി ഹാപ്പി റിട്ടേൺസ് ഇൻ അഡ്വാൻസ്. താങ്ക്സ്. ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവുക, അതുകൊണ്ട്. വീണ പഠനം ഇല്ലെന്നല്ലേ? കുഴപ്പമില്ല. ഇന്നലെ ഡിസ്റ്റർബൻസ്, ഇന്ന് ഷോപ്പിംഗ്, നാളെ പഠിക്കുമ്പോ ഞാൻ കൂടെ ഇരിക്കാം. എന്റെ പൊന്നു കുഞ്ഞേ, ഓഫ് സൈഡ് കയറണ്ട. ഞങ്ങളെ കർണാടക വഴി കൂടി ആരെയും ശല്യപ്പെടുത്താതെ അങ്ങ് പൊക്കോളാം. അങ്ങനെ അങ്ങ് പോയാൽ മതിയോ? മമ്മി, എന്റെ ബർത്ത്ഡേ കോംപ്ലിമെന്റ് ആയി ഐ വിൽ ഗിവ് ഹിം എ സർപ്രൈസ്. എന്താ? ரெடிமா? இப்படி டேர்ன் பண்ணுங்க. அண்ட் வேற போத்து விடுங்க. சின் டவுன். ரெடி? ഇനി വേറൊരു പോസ് കൊടുക്കുക. സ്റ്റോപ്പ് ഇറ്റ്. ആര് പറഞ്ഞാ ഇവിടെ ഫോട്ടോ എടുക്കാൻ? മിസ്സസ് അണ്ണി, സായിപ്പ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്റെ മോക്ക് നിന്ന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. നിങ്ങൾ ഞാൻ പറഞ്ഞതല്ലേ? പണം തന്നു, പക്ഷെ സായിപ്പ് പണം തരുന്നതും വേണ്ടെന്ന് പറയാൻ പറ്റുമോ? യു ബ്ലഡി ബിച്ച്. മിസ്സസ് അണ്ണി, ഇന്ന് വരെ എന്റെ കഴുത്തിന് മാത്രം ആരും കയറി പിടിച്ചിട്ടില്ല. I will teach you a lesson. இதெல்லாம் வயிற்று பழுப்புக்கு பண்றேன் சார். மேலாளி படிக்காத கடவுள். ஓடுறா ஓடுறா. ഷെർലി, നീ എവിടെ പോയിരുന്നു? വെറുതെ ഒന്ന് പുറത്തു പോയി. For what? ഇവനെ കൊണ്ട് ഊരി ചുറ്റാൻ പോകാൻ നിനക്ക് നാണമില്ലേ? അതിലിത്ര നാണിക്കാൻ എന്തിരിക്കുന്നു? നീ അഡ്വക്കേറ്റ് സണ്ണിച്ചെറിയുടെ മോളാണ്. ഡോണ്ട് ഫോർഗെറ്റ് യുവർ സ്റ്റാറ്റസ്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ് സ്റ്റാറ്റസ്. മനുഷ്യർ വല്ല അപവാദവും പറഞ്ഞ എനിക്കൊരു ചുക്കുമില്ല മമ്മി. നീ എന്തിനാണ് അവളോട് കാർ കയറി പോയത്? എന്നെ നിർബന്ധിച്ച് കാറ് പിടിച്ചു കയറ്റിക്കൊണ്ട് പോയതാ. കിഡ്നാപ്പോ? അവൻ നിന്റെ ആരാടാ? ഐ ആം ഹിസ് സ്വീറ്റ് മമ്മി. എന്റെ പൊന്നു മമ്മി, വെറുതെ ചൂടാവാതെ. ഞാൻ ഈ പാവത്തിന് ഒരു പ്രസന്റേഷൻ വാങ്ങിക്കൊടുക്കാൻ പോയതാ. My birthday compliment. I did it only out of human sympathy. അതൊരു തെറ്റാണോ മമ്മി? ശരി ശരി, ഇനി എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ടേ പോകാവൂ. മറ്റുള്ളവരെ കൊണ്ട് അതുമതും പറയിക്കരുത് മോളെ. അത് പിന്നെ എനിക്കറിയില്ലേ. ഇതാ, ഗുരുനാഥയുടെ കൈകൊണ്ട് തന്നെ ശിഷ്യന് ഇത് കൊടുത്താട്ടെ. വിഷ്ണു, ഇവിടെ വരൂ.
ഡോക്ടറെ ഇങ്ങോട്ട് ഇറങ്ങി വാടോ, ഇറങ്ങി വരാൻ. എടോ, തലമുറയായി വിത്തുകാളെ കൊണ്ട് ജീവിക്കുന്നവരാ ഞങ്ങള്. താൻ വന്ന് ഞങ്ങളുടെ പിഴപ്പ് മുട്ടിച്ചു. ആ മിണ്ടാപ്രാണിയെ പട്ടിണിക്കിട്ട് ഞാൻ ജീവിക്കില്ലടോ. അതുകൊണ്ട് താൻ എന്നെയും കൊല്ല്, നീലാണ്ടനെയും കൊല്ലടോ, കൊല്ലാൻ. തന്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ അന്ന് വീട്ടിൽ വന്നത്. പക്ഷേ താൻ അന്ന് വെട്ടുകത്തിയായിട്ട് എന്നെ ഓടിക്കാൻ ചെയ്തത്. ഞാൻ പിന്നെ എന്തോ ചെയ്യും? ഞങ്ങളുടെ ഈ പദ്ധതി നടപ്പിൽ വരുമ്പോൾ നാട്ടിൽ വിത്തുകാളയും കൊണ്ട് ജീവിക്കുന്നവർക്ക് സ്വാഭാവികമായി തൊഴിലില്ലാതാവും. അതിന് ഗവൺമെന്റിൽ നിന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്താ ആ പദ്ധതി? നിങ്ങളെ കാളയെയും മൃഗാശുപത്രിയിലേക്ക് എടുക്കുന്നു. നേരെയാണോ ഈ പറയുന്നത്? അതെ, ഇന്നു മുതൽ നിങ്ങളെ മൃഗാശുപത്രിയിലെ ജീവനക്കാരനാണ്. നീലാണ്ടനെയും സർക്കാരിലേക്ക് ഞാൻ വിലക്കെടുത്തിരിക്കുന്നു. അതെന്തിന്? ഈ നാട്ടിലുള്ള എല്ലാ പശുക്കൾക്കും നീലാണ്ടന്റെ മണം പരിചയമാണ്, ഇഷ്ടവുമാണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടക്കുമ്പോൾ ഇൻസ്പിറേഷന് വേണ്ടി നീലാണ്ടൻ പശുക്കളുടെ അടുത്ത് നിൽക്കട്ടെ. അവന് ഞാൻ നല്ലൊരു വിലയും വാങ്ങിത്തരാം. ഈ വലിയ മനസ്സ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ വെറും കാളമത്തായിയാണ് ഏമാനെ. എന്നെത്താൻ ഏമാനെ എന്നൊന്നും വിളിക്കണ്ട. ഞാൻ ഇന്നു മുതൽ നിങ്ങളുടെ സ്നേഹിതൻ ഡോക്ടർ എൽ.എൻ. എലിക്കുളം. ആരാ? എൽ.എൻ. എലിക്കുളം. കൊടടോ മാപ്പിളെ കൈ. ഇങ്ങനെ ഷർലി, ഞാൻ ഇതുവരെ കർണാടക സംഗീതമാണല്ലോ കൈകാര്യം ചെയ്തത്. ആന്റിയോട് പറയാതെ ഇനിയിപ്പോ വെസ്റ്റേൺ മ്യൂസിക്കും പഠിച്ചാൽ രണ്ടും അവതാളത്തിലാവോ? ഏയ്, അങ്ങനെ ഒന്നും ആവൂല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, സരിഗമ പതിനിസ മറക്കുക. അയ്യോ, അതങ്ങനെ മറക്കാൻ പറ്റുമോ? ആദ്യത്തെ പാഠമല്ലേ അത്? ഏത് പാഠമായാലും വെസ്റ്റേൺ മ്യൂസിക് മനസ്സിൽ സ്ഥാനം പിടിച്ചാൽ മറ്റെല്ലാം താനെ മറന്നു പോവും. ഗോ അഹെഡ്. ശരി, എങ്കിൽ തുടങ്ങാം. അങ്ങനെയല്ല, ഇങ്ങനെയാ ഗിറ്റാർ പിടിക്കേണ്ടത്. അല്ല, ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ രണ്ടിനും ഒരേ സ്വരങ്ങൾ തന്നെ. ആ, എങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വായിച്ചാട്ടെ. അങ്ങനെയല്ല, കൊച്ചുമറിയേ, ഇവിടെ എവിടെ പോയി കിടക്കണാവൂ? കർത്താവേ, ഇത് ഞാൻ പട്ടാളത്തിൽ ചേർന്നോ? പട്ടാളത്തിലും പോലീസിലും ഒന്നല്ലടി. ഈ ഡോക്ടർ എന്നെ മേൽപോട്ടേക്ക് എടുത്തു. മേപ്പോട്ടെടുത്തോ? ആ, എന്നെയും നീലാണ്ടനെയും മൃഗാശുപത്രിയിൽ നിയമിച്ചു. നേരോ? ഇനി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു പശുവിനെ വാങ്ങാനുള്ള ലോൺ കൂടി ഞാൻ വാങ്ങിത്തരാം. ഒടുവിൽ ദൈവം കണ്ണു തുറന്നു. കണ്ണു തുറന്ന് ദൈവം ഒന്നല്ലടി, ഈ നിൽക്കുന്ന ഡോക്ടർ എലിക്കുള. ഒരാള് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി നിക്ക. നീ ഇപ്പൊ ഒരു ചായ എടുത്തിട്ട് വാ. നീ ആ ചോന്ന പാട്ടയിൽ ബിസ്ക്കറ്റ് ഉണ്ട്. അയ്യോ, എന്തിനു ഡോക്ടർ ഓർണേ? ചതിക്കരുത് മത്തായിച്ച. ആ പഴയ ചായന്റെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് ഇവിടെ ഇരിക്കി. അല്ല, ആ ചോന്ന ടീനിലുള്ള പഴയ ബിസ്ക്കറ്റ് ഇപ്പോഴും തീർന്നിട്ടില്ലല്ലേ? അയ്യോ.